ചിക്കൻ ഫുൾ ചിക്കൻ ഗ്രില്ലാണ്, ഗ്രില്ലല്ല റോഡ് ഇങ്ങനെ തിരിയില്ല ഈ സാധനം. പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യുന്നത്, തൈര് ഒരു സ്പൂൺ, തൈര് ഒരു 2 സ്പൂൺ, 2 സ്പൂൺ തൈര് ഇട്ടിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇടണം, ചില്ലി ചിക്കൻ പൗഡർ ഇടണം. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ് ഇടണം. അത് കഴിഞ്ഞിട്ട് നാരങ്ങ ഇടണം. അത് കഴിഞ്ഞിട്ട് കോൺഫ്ലവർ പൗഡർ ഇടണം. എന്നിട്ട് ഈ ചിക്കൻ എടുത്തിട്ട് നന്നായി തേച്ചിട്ട് നമുക്ക് റോൾ ചെയ്യണം. അപ്പോൾ നമുക്ക് പോയിട്ട് ഇത് ഇടാം. അപ്പോൾ നമുക്ക് തൈര് ഇടാം ഗൈസ്. ഒരു സ്പൂൺ, 2 സ്പൂൺ, അത് 2 സ്പൂൺ മാറ്റിയിട്ട് ചില്ലി ചിക്കൻ പൗഡർ കുടിച്ചിട്ട് അല്ല ഒന്ന് ഇട്ടതാ മതി. ചില്ലി ചിക്കൻ പൗഡർ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കത്തിയിൽ അത് കഴിഞ്ഞിട്ട് അതിന് കത്തി എടുത്തിട്ട് നാരങ്ങ പിഴിയണം. നാരങ്ങ പിഴിഞ്ഞിട്ട് കത്തി എടുത്തിട്ട് പിന്നെ നാരങ്ങ രണ്ടാക്കിയിട്ട് പുളി പറയാം. അങ്ങനെ എന്തൊക്കെ പുളി പറയാൻ പഠിച്ചല്ലേ, ഞാൻ പുലികളെയും പഠിച്ചു. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാം. പുലി വറുത്തിട്ട് നാരങ്ങ ഒഴിക്കുക. നാരങ്ങ ഒഴിച്ചിട്ട് നമ്മൾ കത്തിരിക അങ്ങനെ ഇടുക. അല്ല, കത്തിരിക എടുത്ത് ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ് കുറച്ചിടുക മതി ഗൈസ്. ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പേരാണ് കോൺഫ്ലവർ കുറച്ചിടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പും മുളകും വേണം. ഉപ്പും മുളകും നമുക്ക് പോയി എടുത്തിട്ട് വരാം. എന്ത് കൊടുത്തിട്ട് ഉപ്പും മുളകും ഉപ്പ് നമുക്ക് ഇടാം ഗൈസ്. ഫസ്റ്റ് ഉപ്പ് നമുക്ക് വേണ്ടത് 1 സ്പൂൺ വേണ്ട, 1 സ്പൂൺ, 1/2 സ്പൂൺ മതി. ഇട്ട് 1/2 സ്പൂൺ കൂടി ഇട്ട് 1 സ്പൂൺ. അത് ഉപ്പ് കൂടി ഞാനുള്ള കാരണം എല്ലാവരും നാരങ്ങ ഇട്ടിട്ട് ഞാൻ പോയിട്ട് മുളക് എടുത്തുകൊണ്ട് കാണാം. അപ്പോൾ നമുക്ക് മുളക് പൊടി ഇടാം. 1 സ്പൂണും ഇത്ര ഇടുക. പക്ഷെ വേണ്ട, നമുക്ക് 3/4 സ്പൂൺ ഇടാം. കാശ്മീർ ചില്ലി പൗഡർ ആയാലും കുറച്ചുകൂടി ഇടുക. എന്നിട്ട് നമുക്ക് ചില്ലി ചിക്കൻ പൗഡർ കുറച്ചുകൂടി ഇട്ടിട്ട് ചില്ലി ചിക്കൻ പൗഡർ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ കൂട്ടത്തിന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തിട്ട് അപ്പോൾ മിക്സ് ചെയ്തിട്ട് കോഴിയിൽ ഇട്ടിട്ട് കാണാം. നമുക്ക് നമ്മുടെ ചിക്കൻ എടുക്കുക. ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഇട്ട പണിയാവും. നമുക്ക് എന്ത് ചെയ്യുക, വെളിയിൽ നിന്ന് തേക്കാം. മസാല എടുത്തിട്ട് തേച്ചിട്ട് കാണാൻ ഫുള്ളായി തേച്ചിട്ട് കാണാം. നമ്മൾ ചിക്കനെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരാം നമുക്ക്. അപ്പോൾ കണ്ട ഗൈസ്, അപ്പോൾ ഇത് മാരിനേറ്റിന് നമുക്ക് വയ്ക്കാം ഗൈസ്. മാരിനേറ്റ് നമുക്ക് ഈ ചട്ടിയോട് തന്നെ വയ്ക്കണം. അപ്പോൾ മാരിനേറ്റ് ആവട്ടെ ഗൈസ്. അത് നമുക്ക് കത്തിക്കണത് കാണാം. മാരിനേറ്റ് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓവൻ ആക്കി ഗൈസ്. കണ്ട ഗൈസ്, ചിക്കൻ നല്ല പുകയൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ചിക്കൻ കാണുന്നത് കണ്ട ഗൈസ്, തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്.
ഗൈസ് ചിക്കത്തിന് വലുതായ കാരണം വീണ് വീണ് കളിക്കാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ചിക്കനായിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ മസാല തേച്ചിട്ട് നമ്മുടെ ചിക്കൻ എന്താ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പൈരിയാണ് ഇത് കാണുന്നത്. നമ്മൾ പിന്നെ 15 മിനിറ്റ് വെച്ചിട്ടുണ്ട് പിന്നെയും. പിന്നെ ഇതാ 170 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ വയ്ക്കണം. 170 ഡിഗ്രി കേട്ടോ, 170 ഡിഗ്രി സെൽഷ്യസും പിന്നെ അടിയത്ത് ഫുള്ള് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാവും, അതും വയ്ക്കണം. പിന്നെ ഇതാ ഇതിൽ 10 മിനിറ്റ് 15 മിനിറ്റ് ഫസ്റ്റ് 10 മിനിറ്റ് വെച്ചിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് വയ്ക്കുക. ഇതാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ അപ്പോൾ നമുക്ക് ആയിട്ട് കാണാം ഗൈസ്. ബൈ അല്ലേ? അല്ലടാ ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ആയിട്ട് കാണുന്നതായിരിക്കും. ഞാൻ ഷർട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ആ ചിക്കൻ്റെ മസാല അല്ലേ, ചിക്കൻ്റെ മസാലയൊക്കെ ആയിട്ട് കാരണം നമ്മൾ ഷർട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നന്ന് കൊടുത്തോ. അപ്പോൾ ഗൈസ് ചിക്കനൊക്കെ നന്നായി വന്നിട്ടുണ്ട്. മയോണൈസ് മുക്കിയിട്ട് സൂപ്പറാണ് ഗൈസ്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സൈനിങ് ഫ്രം ഗൗതം ആൻഡ് ചിക്കൻ. ബൈ ഗൈസ്.